ഞാൻ കുട്ടികളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കാറില്ല. ഇല്ല. പിന്നെ അതിനേക്കാൾ വലിയ വില്ലനായിട്ട് വരാം വീട്ടിലെ ഉമ്മമാർക്കായിരിക്കും തിരക്ക്. കുട്ടികൾ ഇതിപ്പോൾ നമ്മളങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണ്ട, അത് ഇപ്പം എല്ലാവരും, ഇപ്പം ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് പോസിബിൾ അല്ല. അവർ പറയുന്നത് നല്ല ഉമ്മയല്ല കുട്ടികൾക്ക്. അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വയറ് നിറച്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഭയങ്കര നടക്കാൻ വയ്യാണ്ട് വയറൊക്കെ നല്ല വീർത്തിരിക്കുമ്പോൾ നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന നല്ല കുട്ടി. ഇന്ന് നമ്മളുടെ മമാസ് ടോക്കിലേക്ക് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ ഹാജറ മുജീബാണ്. യുനാനി ഡോക്ടറാണ്, അതുപോലെ തന്നെ വെൽനെസ് കോച്ചാണ്. ഇന്ന് നമുക്ക് ഡോക്ടറുടെ വിശേഷങ്ങൾ അറിയാം. സോ ലെറ്റ്സ് വെൽക്കം ടു മമാസ് ടോക്ക്. അപ്പോൾ ഡോക്ടർ, എങ്ങനെയാണ് ഈ ഒരു മൈൻഡ് കോച്ച് എന്ന ഫീൽഡിലേക്ക് ആസ് എ ഡോക്ടറായിട്ടും പിന്നെ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ വരാനുള്ള കാരണം എന്തായിരുന്നു? ആക്ച്വലി ഇതൊരു ട്രാൻസിഷൻ അല്ല. ഞാനൊരു വെൽനസ് കോച്ച് ആയതുകൊണ്ട് തന്നെ മൈൻഡ് പവർ കൂടെ ക്ലബ് ചെയ്തിട്ട് വെൽനസ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ട്രാൻസിഷൻ ആയിരുന്നില്ല, അതിൻ്റെ ഒരു ഗ്രോത്ത് ഫേസ് തന്നെ ആയിരുന്നു. കാരണം ആദ്യം ഞാൻ പഠിച്ചിട്ടുള്ളത് അലോപ്പതി മെഡിസിനാണ്. അതിനുശേഷമാണ് കുറച്ചുകൂടെ നാച്ചുറൽ ബേസ് ആയിട്ടുള്ള യുനാനി മെഡിസിൻ പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മൈൻഡ് പവർ കൂടെ പഠിച്ചിട്ടുള്ളത്. സോ എ ടോട്ടൽ വെൽനെസ് എൻ്റെ ഒരു ജേർണിയുടെ ഭാഗം തന്നെയായിരുന്നു. ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, ഈ ഡോക്ടർ ഫേസ് ആണോ അല്ലെങ്കിൽ കോച്ച് ഫേസ് ആണോ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഞാൻ ഈ കോച്ചിങ്ങിലേക്ക് കയറിയ സമയത്ത് കോച്ചിങ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഒന്ന് പോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഐ എം ഗോയിങ് ടു റീസ്റ്റാർട്ട് കൺസൾട്ടേഷൻ. കാരണം കൺസൾട്ടേഷനിലാണ് നമുക്ക് പേഷ്യൻറ്റിനെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുക. അവരുടെ ഒരു എന്താ പറയുക, സംവെയർ ലൈക്ക് നമ്മൾ ഓൺലൈൻ കാണുന്നതിനേക്കാളും ഒരു ടോട്ടൽ ഫീലിംഗ് കിട്ടുന്നത് പേഷ്യൻറ്റിന് ഡയറക്റ്റ്ലി കിട്ടുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ഒന്ന് സെറ്റ് ആയതിനു ശേഷം കംപ്ലീറ്റ്ലി ഇനി ഓഫ്ലൈൻ സെഷൻസ് ആയിട്ടല്ല വെൽനെസ്സിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം മദേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം പാരൻസിന് അവരുടെ ഈ വെൽനെസ് എന്നുള്ളത് എത്രത്തോളം എല്ലാവരും അവെയറാണ്? ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവയർനെസ് കുറവാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. നമ്മൾ ഫുഡ് പ്ലേറ്റ് ഫോർ എക്സാമ്പിൾ ബേസിക് ലെവലിൽ പറയുകയാണെങ്കിൽ ഫുഡ് പ്ലേറ്റ് തന്നെ പറയുന്ന സമയത്ത് ആളുകൾ പറയുന്നൊരു എക്സ്ക്യൂസ് ഉണ്ട്, അത് എനിക്ക് പറ്റുന്നില്ല, കല്യാണം വരുന്നു അല്ലെങ്കിൽ പ്രോഗ്രാംസ് വരുന്നു, എനിക്ക് ഫുഡ് പ്ലേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഹെൽത്ത് നോക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആക്ച്വലി ഈ ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അല്ല. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പം മൈൻഡ് റിലാക്സ് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിട്ടുണ്ട്. ആക്ച്വലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തോ, നമ്മളിപ്പം വീട്ടിലെ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കും പോലെ സ്ത്രീകളിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്താ ചെയ്യുക, ടിഫിൻ പാക്ക് ചെയ്യണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ക്ലീൻ ചെയ്യണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതും കൂടെ ചെയ്യണം. അതല്ലാതെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ചെക്ക് ലിസ്റ്റിൽ പ്രയോറിറ്റി ആയിട്ട് എക്സസൈസ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ഹെൽത്തി റെസിപ്പീസ് ഉണ്ടോ എന്നുള്ളത് അതെന്തോ ഒരു മോശം കാര്യമായിട്ടും കൂടെ കാണുന്നത്. എക്സ്ട്രാ എഫേർട്ട് കൊടുക്കേണ്ട കാര്യമായിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് അതിനേക്കാൾ പ്രയാസം തോന്നിയൊരു കാര്യം, അത് ഒരു എക്സ്ട്രാ എന്നുള്ളതിനേക്കാൾ അതൊരു പ്രയാസമുള്ളൊരു കാര്യം. മീൻസ് ആളുകൾ എന്ത് വിചാരിക്കും, ആ ഒരു തോട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യണം തോന്നിയിട്ടുള്ളത്. കാരണം എഫേർട്ട് ആണെങ്കിൽ സാരില്ല, നമ്മളിപ്പം അലക്കുന്നതായിക്കോട്ടെ, തുടക്കുന്നതായിക്കോട്ടെ, ഡീപ് ക്ലീനിങ് ആയിക്കോട്ടെ, എഫേർട്ട് ഉണ്ട്. പക്ഷെ അത് എഫേർട്ട് എടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഇത് ആളുകൾ എന്താ രാവിലെ തന്നെ ജിമ്മിന് പോകാന്ന് പറയുന്ന സമയത്ത് ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ഉമ്മ എന്താ വിചാരിക്കുക, ഗസ്റ്റ് വന്നാൽ അവരെന്താ വിചാരിക്കുക, അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ? അല്ലെങ്കിൽ അതവിടെ അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണല്ലോ. മീൻസ് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മൈൻഡ് പവർ തന്നെ കൂടുതൽ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളതിൽ നന്നായിട്ട് മദേഴ്സിനെ എംപവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള സ്ട്രഗിളും കൂടെ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അവർക്ക് ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുക്കും. ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എഴുതാൻ പറയും അല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കാൻ പറയും. എത്ര പേര് കറക്റ്റായിട്ട് എൻ്റെ വീട്ടിലെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, പലരും അറിയാണ്ട് ചെയ്യുന്നു. ഞാൻ പറയാറുണ്ട്, പലരും പറയാറുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവാണ്, ഇന്ന് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല, ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സെഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൗഡ്ലി പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇതെന്തോ ഒരു മോശം കാര്യമാണ് എന്നുള്ളതിലേക്കാണ് ഇപ്പോഴും സ്റ്റിൽ ഇത്രയും അവയർനെസ് ഉള്ളൊരു കാലഘട്ടത്തിൽ പോലും
കണ്ടുവരുന്നത്. യെസ്, അതിനേക്കാളും നമ്മളിപ്പോൾ സെഷൻസ് കൊടുക്കുന്ന സമയത്ത് അച്ഛനൊക്കെ അറിയാം, നമ്മുടെ വർക്ക്ഷോപ്സൊക്കെ ഒരു പേയ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കല്യാണം നടത്താനുള്ള പേയ്മെൻറ്റ് ഉണ്ടാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. വീടുണ്ടാക്കാനുള്ള പേയ്മെൻറ്റ് ഉണ്ടാവോ? ഇല്ല. 10 വർഷം വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താലും അത്രയേ വരുള്ളൂ. പക്ഷേ ആക്ച്വലി ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ഒരു പേയ്മെൻറ്റിനാണ് നമ്മൾ വർക്ക്ഷോപ്പ് കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ആളുകൾക്ക് അത് 100 വട്ടം ചിന്തിക്കണം, ഒരുപാട് ആളുകളുടെ സമ്മതം വേണം. ആക്ച്വലി വാട്ട് ഡസ് ദിസ് മീൻ? അത് അവയർനെസ് ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, ആളുകൾക്ക് അതിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ എവിടെയോ കുറച്ചുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലേഡീസിനാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി വരുന്നത്. കാരണം ജെൻസിനേക്കാളും സ്ട്രെസ്സ് കൂടുതലായിട്ട് ഇപ്പോൾ ലേഡീസ് അനുഭവിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ട്രാൻസിഷൻ ഫേസാണ്. ലേഡീസ് കൂടുതൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയ സമയത്ത് അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊന്ന് മാറി കുറച്ചുകൂടെ ലേഡീസ് ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയി, കുറച്ചുകൂടെ വെൽത്ത് കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ്ഡ് ആയി. അപ്പോൾ അവിടെ നിന്ന് അവർ ബസ് കയറിയിട്ടുണ്ട്, എന്നാലും ഇതിലെ കാര്യങ്ങൾ സെറ്റായിട്ടുമില്ല. അപ്പോൾ അവിടെ അവർ നന്നായിട്ട് സ്ട്രെസ്ഡാണ്. ജെൻസിൻ്റെ റൂട്ടീൻ അവർക്കും സ്ട്രെസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ലേഡീസിന് കുറച്ചുകൂടെ എംപവർമെൻറ്റ് വേണ്ട സമയങ്ങളിലും എവിടെയൊക്കെ അവർ എല്ലാം കൂടെ ബാലൻസ് ചെയ്യാനുള്ളൊരു സ്ട്രഗിളിലാണ് പോകുന്നത്. സംവെയർ ദേ ഡോണ്ട് നോ ടു ഡെലിഗേറ്റ്. എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. സൊസൈറ്റിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഓൾറെഡി ഉള്ള നമുക്കറിയാലോ, അത്തരത്തിലുള്ള പ്രോബ്ലംസ് ആവാം. ഇനി പ്രോബ്ലംസിനേക്കാളേറെ ശരിക്കും വരുന്നത് അവർ വില്ലിങ് ആവുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ, അല്ലേ? അവരത് റിസീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വില്ലിങ് ആവുന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രയാസമായിരിക്കും. കാരണം അതങ്ങനെയല്ല, അവർ ഉദ്ദേശിക്കാത്തത് കൊണ്ടല്ല, അവർക്കത് അർഹിക്കുന്നതാണെന്ന് മനസ്സുകൊണ്ട് അവർ പാകപ്പെട്ടിട്ടില്ല റിസീവ് ചെയ്യാൻ. അപ്പം അവരത് എന്താ പറയുക, സംവെയർ ഐ ആം ഓക്കെ ടു റിസീവ്, അല്ലെങ്കിൽ അവർ നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവരതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആണ്. മീൻസ് ഇപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരാവശ്യം ശരിക്കും വരുന്നില്ല. അവിടെ ഇപ്പോൾ ഒരാൾ റീസൺ പറയാൻ സമയത്ത് തന്നെ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും സപ്പോർട്ട് അവിടെ ആവശ്യമുള്ള കാര്യമില്ല. ഇറ്റ്സ് എ ബേസിക് നീഡ്. പല്ല് തേക്കാൻ ആരെങ്കിലും നീ പല്ല് തേച്ചോ, മോള് പോയി പല്ല് തേക്കെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വി ഹാവ് ടു ഡു ദാറ്റ് ലൈക്ക് ദാറ്റ്. അപ്പം അവിടെ എവിടെയോ കുറച്ചുകൂടെ ആളുകളൊന്ന് അവെയർ ആവേണ്ടതുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെ മമാസ് കിങ്ഡം പേജിൽ തന്നെ ഒരു വീഡിയോ ഔട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്, നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു മദർഹുഡ് എൻജോയ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് എന്തോ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വീഡിയോ. അതിൻ്റെ താഴെ വന്നിട്ട് സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെസ്സ് ഷെയർ ചെയ്യാൻ അത് കേൾക്കാനും പൈസ കൊടുക്കണ്ടേ എന്നുള്ളൊരു ടോക്ക് കോമൺ ആയിട്ട് ചിന്തിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അത് പൈസ കൊടുക്കണ്ടേ? അപ്പം അത് ബേസിക് നീഡായിട്ട് ആരും എടുക്കുന്നില്ല. എത്ര അവയർനെസ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഒട്ടും പ്രയോറിറ്റി കൊടുക്കാണ്ട് വന്നപ്പം മാമിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ഇതിലൊരു ഷിഫ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് വരാൻ ആഗ്രഹിച്ചിട്ട് നടത്തിയിട്ടുള്ളത്? വർക്ക്ഷോപ്പ് ത്രൂ തന്നെയാണോ? അതെനിക്ക് തോന്നുന്നു ടോട്ടലി ഹുസ്ന മാം ആണെങ്കിലും നമ്മൾ ടോട്ടൽ കോച്ചസ് ഒരുമിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു അവയർനെസ് ബിൽഡ് ചെയ്യൽ തന്നെയാണ്. നമ്മളിപ്പം ഓൾറെഡി ഹുസ്ന മാം ആണെങ്കിലും നിഷിത മാം ആണെങ്കിലും ടോട്ടൽ കമ്മ്യൂണിറ്റി, അപ്പം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചെറിയൊരു സ്റ്റെപ്പ് ഞാനിപ്പോൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു വെരി ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കും. അതിൽ തന്നെ അവർക്ക് ഒരുപാട് കിട്ടാനുണ്ട്. നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ സെഷൻസിൽ ഒരുപാട് അവർക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളും ഒരുപാട് ഫ്രീ സെഷൻസും ഉണ്ട്. വെരി ബേസിക് ലെവൽ വർക്ക്ഷോപ്സ് നമ്മൾ കൊടുക്കും. പക്ഷേ അതിലൊരിക്കലും നമുക്ക് കംപ്ലീറ്റ് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കില്ല. നമുക്കൊരു സ്ഥാപനം നടത്തി കൊണ്ടുപോകണമെങ്കിൽ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ മദേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന മദേഴ്സിൻ്റെ കാര്യത്തിലാണ്. അവരുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാരൻ്റ് ആകുന്ന സമയത്ത് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് മാമിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്? ഒരു ഉമ്മ ഹാപ്പി ആയാൽ എന്തായാലും വീട് മുഴുവൻ ഹാപ്പിയാവും. ഒരു ഉമ്മ ഹെൽത്തി ആണെങ്കിൽ വീട് മുഴുവൻ ഹെൽത്തി ആവും. ഒരു ഉമ്മൻ്റെ മൈൻഡ് സെറ്റ് വെൽത്തി മൈൻഡ് സെറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി മൊത്തം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടാവുക. പല ഹസ്ബൻഡും പരാതി പറയുന്ന ഒരു കാര്യം വൈഫ് ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, ബിസിനസ് സ്ട്രഗിൾസിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ പ്രശ്നം വരുന്നത് ആ ഒരു വൈഫ് എന്ന് പറയുമ്പം ആ ഒരു വീട്ടിലെ ഉമ്മയുടെ മദർ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്, അല്ലേ? പിന്നെ പാരൻറ്റിങ്ങിൽ കുട്ടികളുടെ ഹെൽത്ത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന വെൽനസ് ആയതുകൊണ്ട് തന്നെ ഒരു ഉമ്മ ആ കുട്ടിയെ ഒരു 10 വർഷം 14 വർഷം കറക്റ്റ് ഡയറ്റും അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൻ്റെ കോൺഷ്യസ്നെസ്സിലാണ് വളർത്തുന്നതെങ്കിൽ അതൊരു ഗ്രേറ്റ് റെവല്യൂഷൻ തന്നെ ആവില്ലേ? ഓരോ ഉമ്മമാരും ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല എന്നുള്ളതാണ്. കറക്റ്റ്. കുട്ടികൾക്ക് പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് അവരുടെ റൂട്ടീനായിട്ട് മാറിപ്പോകും, അല്ലേ? ഒരു ഹാബിറ്റായി.
അതെ, അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെൽനെസ് എന്ന് പറയുന്നത് പുതിയൊരു സംഭവം അല്ല, ലൈഫ് സ്റ്റൈൽ. ഇപ്പം നമ്മൾ ഡ്രസ്സ് ഇടുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈലാണെന്നുള്ളൊരു ബോധം വരാൻ ഐ തിങ്ക് മദേഴ്സ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ മാമാസ് കിണ്ടത്തിലുള്ള ആളുകളൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ മദേഴ്സും അവർ വർക്ക് ചെയ്യുന്ന ഫാമിലിയിൽ ബെസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ വേറെ നമ്മളൊരു എംപവർമെൻറ്റിന് ആവശ്യം വരുന്നില്ല. ഇറ്റ്സ് എ റെവല്യൂഷൻ. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. കാരണം നമ്മളിപ്പോൾ മമാസ് കിങ്ഡത്തിലാണെങ്കിലും പുതുതായിട്ട് ന്യൂട്രീഷനിസ്റ്റിനൊക്കെ ഹയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഏരിയയും കൂടി ഫോക്കസ് ചെയ്യുക എന്നുള്ളത്, കാരണം അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, എസ്പെഷ്യലി ഇന്നത്തെ ഈ ഒരു ജങ്ക് ഫുഡ് കാലഘട്ടത്തിൽ. ഫുള്ള് എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ ഫുള്ള് ഇന്ന് പലരും ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഹോസ്പിറ്റൽസിൻ്റെ കൗണ്ട് എടുത്താൽ നമുക്ക് മനസ്സിലാകും, എസ്പെഷ്യലി മലബാർ സൈഡൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം ടോട്ടലി തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇവിടെ ഒരു വിമൺ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീടിനെ മൊത്തത്തിൽ അങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ അങ്ങനെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ ആണ് ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സിംപ്ലി ഇതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ഓഡിയൻസ് ആയിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും. അവർക്കിതിൽ അവരുടെ വീട്ടിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെറിയ രീതി സിംപ്ലി അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലിൽ? ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലിൽ ഫസ്റ്റ് മാറ്റം വരുത്തേണ്ടത് തോട്ടിൽ മെയിൻലി ഞാൻ പറഞ്ഞല്ലോ, ആരൊക്കെയോ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വെൽനെസ്സിലേക്ക് എത്താനായിട്ട്. ദേ ഹാവ് ദ ചോയ്സ്. ഇപ്പം നോളേജിന് എവിടെയും ക്ഷാമമൊന്നുമില്ല. അതെ, യൂട്യൂബ് നോക്കിയാൽ കിട്ടും, നിങ്ങളുടെ തന്നെ വീഡിയോസ് ഇഷ്ടം പോലെ കിട്ടും, ഇൻസ്റ്റയിൽ കിട്ടും അല്ലേ, നോളജ് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ അതിനുള്ളൊരു ധൈര്യമാണ് വേണ്ടത്. ധൈര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൂടെ പൊട്ടിച്ചിതറി ഇവരൊന്നും സമ്മതിക്കുന്നില്ല, അതല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ ടു ഡൂ ദാറ്റ്. വളരെ ലവിങ്ലി അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഫസ്റ്റ് വരേണ്ടത്. അതിന് ഒരു പൈസൻ്റെ ചിലവുമില്ല, എക്സ്ട്രാ എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നവരാണെങ്കിൽ ആ ചെയ്യുന്നത് നല്ലതിലേക്കൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതിയാവും. ആൻഡ് അടുത്തൊരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എക്സ്ട്രാ ലക്ഷറിയിട്ട് കാണുന്നതിന് പകരം നമ്മളിപ്പം ലക്ഷറിയസ് ആയിട്ട് ട്രിപ്പിന് നമ്മൾ എത്ര പൈസ കളയുന്നുണ്ടാവും, നമ്മളിപ്പോൾ മേക്കപ്സിന് എത്ര കളയുന്നുണ്ടാവും, ഡ്രസ്സിന് എത്ര കളയുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ പറഞ്ഞ ജങ്ക് ഫുഡിന് തന്നെ ഇപ്പോൾ ഡെയിലി ഒരു ഷവർമ കഴിക്കുന്ന പൈസ നോക്കാം, ഒരു ഫാമിലിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ എത്രയാവും? ആ ഒരു പൈസ മാത്രം മതിയാവും ചിലപ്പം ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അത്തരത്തിൽ എന്ത് പ്രയോറിറ്റി എന്നുള്ളതാണ് ഡിഫറൻസ്. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യാൻ അവർ പഠിക്കണം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പം അവർക്ക് അത്രയും ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. സോ ഇതിനെ ഒന്ന് മാറ്റി ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ ദേ മസ്റ്റ് ഫീൽ ദ വാല്യൂ. ആ വാല്യൂ കാണണം എന്നുള്ളതാണ് ഐ ഫീൽ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ വെൽനെസ്സും മൈൻഡ്ഫുൾനെസ്സും തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ട്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അസ്നക്ക് ഇപ്പം തലവേദനയുള്ള സമയത്ത് റിലാക്സ് ആയിട്ട് എന്നോട് ഇപ്പോൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി മനസ്സുകൊണ്ട് ഒരുപാടും പ്രയാസമുള്ള സമയത്ത് കാണുന്ന ആൾക്ക് തന്നെ ഒരു ടയേർഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അല്ലേ? ഇനിയിപ്പം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ടയേർഡായിട്ടുള്ള ഒരാളാണെങ്കിൽ ആളുടെ റിലേഷൻഷിപ്സ് സ്വാഭാവികമായിട്ടും കൊള്ളായിട്ടുണ്ടാവും. കറക്റ്റ്. അപ്പോൾ എല്ലാം കണക്റ്റഡ് തന്നെയാണല്ലോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് നമ്മളുടെ വെൽനെസ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും? വെൽനെസ് ത്രൂ മൈൻഡ്ഫുൾനെസ് നമുക്ക് പറ്റുമോ, അതോ മൈൻഡ്ഫുൾനെസ് ത്രൂ വെൽനെസ്സിലേക്കാണോ? യെസ്, ഞാൻ അതാണ് നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പം മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് വെൽനെസ് പോസിബിൾ ആവുള്ളൂ. നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ ജിമ്മിന് പോകണം, ഡയറ്റ് ചെയ്യണം. ചില ആളുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈ കോർട്ടിസോൾ ഹൈക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അതിനൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് വില്ലിങ് ആണെന്ന് പറയുമ്പോഴും ആളുകൾ സമ്മതിക്കുന്നില്ല, എന്നാൽ ഞാൻ ചെയ്തേ പറ്റുള്ളൂ, യു മസ്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റൈറ്റ് വേ അല്ല. മൈൻഡ്ഫുൾനെസ് ലോ ആക്കിയിട്ട് സംവെയർ ഒരു ഈഗോയിസ്റ്റിക് വിൽ പവർ എന്തോന്ന് കൂട്ടിക്കൊണ്ടുവരാണ്, ഫേക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. യെസ്. അപ്പോൾ അവിടെ ഒരു വെൽത്തി സ്റ്റൈലല്ല അത്. കുറച്ചുകൂടെ ന്യൂട്രലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പറ്റുന്നത് ചെയ്താൽ മതി. ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലേ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നടക്കാൻ പറ്റുമല്ലോ. ഇനി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാൻസി സാലഡ് റൂട്ടീൻസ് അതൊന്നും പറ്റുന്നില്ലേ, കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 2 മാത്രം കഴിക്കാൻ ചൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ 2 ബോയിൽഡ് എഗ് വെക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫ്രിഡ്ജിൽ എഗ് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്ന കറി എന്താണെങ്കിലും അതൊന്ന് കുറുക്കി പ്രോട്ടീനുള്ള നല്ല കറിയാക്കാൻ പ്രശ്നമില്ല. ഒരു കക്കിരി ആഡ് ചെയ്യാം, അതിന് പ്രശ്നമില്ല. നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയോ ഫാൻസി സ്റ്റൈലിലുള്ള സാലഡ്സ് ഇതൊക്കെ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യുന്ന എന്നുള്ളത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് നിങ്ങൾ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അവരൊരു കാര്യം ഇപ്പോൾ കഴിക്കുന്നത്, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും മൈൻഡ്ഫുള്ളായിട്ട് അവർ അറിഞ്ഞ് കഴിക്കുക എന്നുള്ളതിനൊരു ആസ്വാദനമുണ്ട്.
ഇനിയിപ്പോൾ അവർ അൺഹെൽത്തി ആയിട്ടുള്ളതാണ് കഴിക്കുന്നതെങ്കിലും കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അതിൽ നമ്മൾ മെഡിക്കലി പറയും പ്ലാസിബോ നോസിബോ എഫക്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ വിഷമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വലിയ ദോഷമില്ലാത്തതാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് ആൾ കഴിക്കുന്നതെങ്കിൽ വലിയ പോയ്സൺ അല്ലെങ്കിൽ ബോഡീനെ ബാധിക്കൂല എന്നാണ് പറയാം. പക്ഷേ ഈ പാമ്പ് കടി ഏറ്റ ആൾക്കാരെ ഒരു കഥ പറയലില്ലേ, പാമ്പ് കടിച്ചിട്ടല്ല മരിക്കല്, പാമ്പാണ് കടിച്ചത് പേടിച്ചിട്ടാണ് മരിക്കുക എന്ന് പറയും. അപ്പം അതിൽ ചില കാര്യങ്ങൾ ഞാനിത് ജങ്ക് ഫുഡ് ആണല്ലോ കഴിക്കുന്നത്, ഭയങ്കര പ്രശ്നമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഒന്നും അറിയാത്ത ആൾക്കാർ കഴിക്കുന്നതിനേക്കാളും ഡേഞ്ചറസ്. അതുപോലെ ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുവരുന്നതാണ് ഈ കുഞ്ഞുങ്ങൾ ഫോൺ കണ്ടിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതിലെന്താണ് പറയാനുള്ളത്? അതിലെന്താ നമുക്ക് അതും ഈ മൈൻഡ്ഫുൾനെസ് ഈറ്റിങ്ങിനെ ബാധിക്കുന്നൊരു കാര്യമല്ലേ? യെസ്, ബാധിക്കുന്ന കാര്യം തന്നെയാണ്. എങ്ങനെ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മക്കളുടെ ഉമ്മയാണ്. അപ്പം അതിനെന്താ ചെയ്യാറുള്ളത്? ഞാൻ കുട്ടികളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കാറില്ല. ഇല്ല. പിന്നെ അതിനേക്കാൾ വലിയ വില്ലനായിട്ട് വരാം വീട്ടിലെ ഉമ്മമാർക്കായിരിക്കും തിരക്ക്. കുട്ടികൾ ഇപ്പം നമ്മളങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണ്ട. അത് ഇപ്പം എല്ലാവരും ഇപ്പം ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് പോസിബിൾ അല്ല. അവർ പറയുന്നത് നല്ല ഉമ്മയല്ല കുട്ടികൾക്ക്. അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വയറ് നിറച്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഭയങ്കര നടക്കാൻ വയ്യാണ്ട് വയറൊക്കെ നല്ല വീർത്തിരിക്കുമ്പോൾ നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന നല്ല കുട്ടി. അത് നേരെ ഇപ്പം എൻ്റെ മോളെ കേസിലൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ പ്രഷർ ചെയ്യാറില്ല, കഴിക്കുന്നത് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ അങ്ങനെ തന്നെ മതിയോ? അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഈ ചെറുപ്പം മുതലേ നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു വെൽനെസ് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഈ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ജങ്ക് ഫുഡ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തൂടെ അവരെല്ലാം മിഠായി തിന്നിക്കും, ലേസ് കഴിപ്പിക്കും, എല്ലാം അവർ കഴിപ്പിക്കുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എൻ്റെതുള്ളത്. പക്ഷെ അവർക്കത് കുട്ടികളോട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, അതാണ് ശരിയെന്ന് കരുതി ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ അവിടെ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ട് എൻ്റെ കുട്ടി ഇത് തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ആ സ്ട്രെസ്സ് നമ്മൾ ആവശ്യമില്ലാതെ കൊണ്ടുവരേണ്ടതില്ല. പക്ഷെ നമ്മൾക്ക് പോസിബിൾ ആവുന്ന രീതിയിൽ ആ മെസ്സേജ് കൺവേ ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികൾക്ക്, ഇതാണ് റൈറ്റ് വേ. പക്ഷേ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് പാർട്ടും കൂടെയാണ്. നമ്മൾ ഓവർ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫോണ് മാക്സിമം നമ്മൾ കൊടുക്കാതിരിക്കുക, ട്രൈ ആ ബെസ്റ്റ്. അതിലപ്പുറം നമ്മളുടെ കൺട്രോളിലില്ലാത്തതിൽ നമ്മൾ വെറുതെ സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ അടുത്ത് കുട്ടികളുണ്ടാകുന്ന സമയത്ത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ദിസ് ഇസ് എ റൈറ്റ് തിങ്. അത് ആ സമയത്ത് കുട്ടികൾ ചെയ്തിട്ടില്ലെങ്കിലും കുട്ടികൾക്കത് മനസ്സിലാവും, ഉമ്മ ഇതാണ് വാല്യൂ ചെയ്യുന്നത്. അത് ഭാവിയിൽ അവർ തീർച്ചയായിട്ടും ലൈഫിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മൂത്ത മോന് ഇപ്പോൾ 9th അവന് പഠിക്കുന്ന സമയത്തൊക്കെ ചെറുതായ സമയത്തൊക്കെ നിങ്ങളുടെ അതേ കൺസേൺ എൻ്റെ മൈൻഡിലുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആയിരുന്നു അന്ന്. അപ്പം ഡയറ്റ് ഇവന് ഈ ഫാൻ ഇട്ടാൽ വരെ പ്രശ്നം, അങ്ങനത്തെ ഒക്കെ ഒരു എന്തോ സമയം നമ്മൾ ഫസി മോംസ് ഒക്കെ പറഞ്ഞ ആ ഒരു ടൈപ്പ് ആയിരുന്നു എന്തോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അത്ര കെയർ ചെയ്യെങ്കിലും ഫാമിലി കാര്യങ്ങൾ അത് ബാലൻസ് ആവാതായിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ഒരു ബാലൻസ് ആണ് വേണ്ടത്. ഞാനത് റിലീസ് ചെയ്തു, വിട്ടു. കുറച്ചൊക്കെ എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നു വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മോന് എന്നേക്കാൾ മുന്നിൽ എക്സസൈസ് ചെയ്യാനിരിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചേക്കാം. ഞാൻ ഒരിക്കലും അവനോട് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കണം എന്ന് ഞാൻ പറയാറില്ല. പക്ഷെ അവന് കുറച്ചുകൂടെ ഹെൽത്തി ചോയ്സ് ചൂസ് ചെയ്യും. ChatGPTയിലൊക്കെ അവന് അവൻ്റെതായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ഹെൽത്ത് ഫിറ്റ്നസ് അഡ്വൈസറാണ്. അപ്പോൾ അവന് വേണ്ട കാര്യങ്ങൾ നോക്കും, ഡെയിലി പ്ലേറ്റ് അവന് ഇതൊന്നും ഞാൻ ഒരിക്കലും അവനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് ആളുകൾ മിഠായി കൊടുത്തേക്കാം, പക്ഷെ ഞാനതൊന്ന് ഫ്രീ ആക്കി വിടും. പക്ഷേ നമ്മളെപ്പോഴും ആ ഒരു കാര്യം കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് നമ്മളെ ഫാമിലിയിലെ ഹാപ്പിനെസ് അവിടെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഓവർ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുന്നതാണ് ബെറ്റർ. അതിപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ആയിക്കോട്ടെ, ഹെൽത്തി പ്രാക്ടീസസ് ആയിക്കോട്ടെ, കാംനെസ്സിൽ കൊണ്ടുപോയാലും സംഭവം റിസൾട്ട് വരും. അതുപോലെ ചില കുഞ്ഞുങ്ങൾ ഒട്ടും ഫുഡിനോടൊരു താല്പര്യമില്ലാത്ത ടൈപ്പ്, അവർ ഈ ഓവർ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ പറയും അങ്ങനെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കഴിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ അവർ പറയും ഇപ്പം പ്രോട്ടീനും ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടേണ്ട. അപ്പം കഴിഞ്ഞ വീക്കിൽ തന്നെ എന്നെ ഒരാൾ കണക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഒട്ടും ഫുഡ് കഴിക്കൂല, അപ്പം ഞാൻ ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ട് ലാസ്റ്റ് അടിച്ചിട്ടൊക്കെ തല്ലിയിട്ടൊക്കെയാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുള്ളത്. എന്നിട്ട് പിന്നെ എനിക്ക് ഗിൽട്ട് വരും, വേണ്ടിയില്ലായിരുന്നു. ആ കഴിക്കുന്നത് അവർ നല്ല രീതിക്ക് കഴിക്കുന്ന പോലുമില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഞാനെടുത്ത പ്ലേറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ ഫോഴ്സും ഞാൻ കൊടുക്കും. അത് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്നേഹമാണ്, ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ക്രൂരതയാണ്. അപ്പം ഇതിലെന്താണ് പറയാനുള്ളത്? കുട്ടികൾക്ക് വിശപ്പുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കും. അതിപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ
എൻ്റെ കൺട്രോളിലാണെങ്കിൽ കേട്ടോ, എല്ലാ സമയത്തും എനിക്ക് സാധിക്കാറില്ല, ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് ഇപ്പോൾ കഴിക്കണ്ട എന്ന് പറയും. പക്ഷേ കുട്ടിക്കൊരു ചോയ്സ് കൊടുക്കും. ഒന്നുകിൽ നിനക്കിത് കഴിക്കാം, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ വേഗം ചെയ്യുക എന്താ, ബേക്കറി കഴിക്കും. അതാണ് പ്രശ്നം. ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിശന്നിരിക്കാൻ കുട്ടികൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പോയിട്ട് ബേക്കറി കഴിക്കും, അല്ലെങ്കിൽ വെള്ളം ജ്യൂസ് കുടിക്കും. കുട്ടിക്ക് ഞാനൊരു ചോയ്സ് കൊടുക്കും. ഒന്നെങ്കിൽ നിനക്കിത് കഴിക്കാം, അല്ലെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കാം. വിശക്കുന്ന സമയത്ത് മോള് കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് വിശക്കുമ്പം കുട്ടികൾ അത് കഴിക്കും. അത് ഷുവറാണ്. പക്ഷെ കണ്ടു നിൽക്കാനുള്ളൊരു ക്ഷമ നമ്മൾക്ക് വേണം. അതേക്കാളും പ്രയാസം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ആ വിശന്നിരിക്കുമ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്ന കുട്ടികളെ നോക്കാൻ സുഖമാണ്. ഫ്രസ്ട്രേറ്റഡ് കുട്ടിക്ക് അറിയില്ല കുട്ടിക്ക് വിശന്നിട്ടാണ് പ്രയാസം എന്നുള്ളത്. അപ്പം അത് മാനേജ് ചെയ്യാനുള്ളൊരു ക്ഷമയും കൂടെ മദറിന് ഉണ്ടാവണം. അപ്പം എനിക്ക് തോന്നുന്നു അടിച്ച് കഴിപ്പിക്കുന്നതിനേക്കാളും സുഖം ഈ കാര്യം ഒന്ന് മാനേജ് ചെയ്യുന്നതായിരിക്കും. ആസ് എ മദർ, മാമിൻ്റെ ലൈഫിലെ മദർഹുഡ് എങ്ങനെയാണോ, മൈൻഡ്ഫുൾനെസ്സിലൂടെ ആണോ, അതോ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, ഡോക്ടറാണ്, അതുപോലെ തന്നെ കോച്ചിങ് ചെയ്യുന്നുണ്ട്, കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ 3 മക്കളുണ്ട്. അപ്പം ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്ന സമയത്തുള്ള ഫ്രസ്ട്രേഷനും ഇതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഹെക്റ്റിക് ആകുന്ന സമയത്ത് ഡിസ്റ്റർബ്ഡ് ആകും, എത്ര നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിലും ഡെയിലി ലൈഫിൽ. അപ്പം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? ഇപ്പം എൻ്റെ ഒരു പാരൻറ്റിങ് മൈൻഡ്ഫുൾ പാരൻറ്റിങ് തന്നെയാണ്. ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ജേണി അങ്ങനെ ആയിരുന്നില്ല. കാരണം എൻ്റെ മാരേജ് 15 ഇയേഴ്സിലാണ് കഴിഞ്ഞിട്ടുള്ളത്. 18 ഇയേഴ്സ് ആയപ്പോഴേക്കും എനിക്ക് കുട്ടിയായിട്ടുണ്ട്. +2 കഴിഞ്ഞ ഉടനെ. അതിനുശേഷമാണ് ഞാൻ ഫാർമസി പഠിക്കുന്നത്. പിന്നെ എനിക്ക് 21 ഇയേഴ്സ് ആയപ്പോഴേക്കും എനിക്ക് സെക്കൻഡ് ചൈൽഡ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പുറത്ത് പോയിട്ടാണ് യുനാനി മെഡിസിൻ പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം 3ാമത്തെ കുട്ടിയായതിനു ശേഷമാണ് മൈൻഡ് പവർ കോച്ചിങ്ങിലേക്ക് വന്നത് തന്നെ. പിന്നെ അതിനുശേഷം 3 കുട്ടികളെയുമായിട്ടാണ് ഈ കോച്ചിങ് ഇൻഡസ്ട്രി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജേണി അത്ര ഓക്കെ ആയിരുന്നില്ല. പക്ഷേ ഐ വാസ് ലേണിങ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഹുസ്ന മാം ആണെങ്കിലും നമ്മളെ അടുത്തൊക്കെ ഒരാൾ വരുന്ന സമയത്ത് അവർ പറയുന്ന എക്സ്ക്യൂസ് ഒന്നും നമുക്ക് എക്സ്ക്യൂസ് അല്ല. ആ എക്സ്ക്യൂസ് അല്ല എന്ന ലെവലിലേക്ക് നമ്മൾ എത്തിച്ചത് ഈ ഒരു ജേണി ആയിരുന്നു. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്, അൽഹംദുലില്ലാ. അപ്പോൾ അതിൽ ഇവർ പറയുന്ന ഒരു എക്സ്ക്യൂസ്, നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ മദേഴ്സ് ചോദിക്കുന്ന എന്ത് എക്സ്ക്യൂസും, കുട്ടി അങ്ങനെ പറ്റുന്നില്ല, ഉമ്മ അങ്ങനെ പറയുന്നു, ഇവരെങ്ങനെ പറയുന്നു, സമയം കിട്ടുന്നില്ല, ഇതൊന്നും നമ്മളുടെ മുന്നിൽ എക്സ്ക്യൂസസ് അല്ല. നമ്മളതൊക്കെ ഓവർകം ചെയ്തു, ഇത്രയും ചെയ്യാൻ പറ്റുന്നു, പഠിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ നോക്കുന്ന സമയത്ത് ഞാൻ ഒന്നിനും കുട്ടികളെ ഫോഴ്സ് ചെയ്യാറുമില്ല. ഇനിയിപ്പോൾ ഞാനാണെങ്കിലും ആ സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിലേക്ക് പോകേണ്ടി വരാറില്ല. പക്ഷേ എന്നാലോ ഞാൻ ഹൈലി ഡിസിപ്ലിൻഡ് ആളാണ്. എനിക്ക് ഡിസിപ്ലിൻ സ്ട്രിക്റ്റ് ആണ്, അത് ഞാൻ കൊണ്ടുപോകാറുമുണ്ട്. അപ്പം അവിടെ ഒരിക്കലും എനിക്ക് മൈൻഡ്ഫുൾനെസ് ബ്രേക്ക് ചെയ്യേണ്ടി വരാറില്ല. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങളുടെ ഇതിൽ ഈ നിങ്ങളുടെ ഡ്രീമാണോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാരൻറ്റിങ്ങിൻ്റെ ഇപ്പം പറഞ്ഞു ഫസ്റ്റ് ചൈൽഡ് ആയതിനു ശേഷമാണ്, +2 കഴിഞ്ഞ സമയത്താണ് ഫസ്റ്റ് ചൈൽഡ്. ഈ ഒരു സമയത്തൊക്കെ അതിന് ശേഷമാണല്ലോ ഇപ്പം ഈ ഡോക്ടറായതും കോച്ചിങ്ങും ഇതൊക്കെ. ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെയും വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചാലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ട്? ഫാമിലി സപ്പോർട്ടിനെ കൊണ്ടാണോ, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ഡ്രീമിനോടുള്ള അതിയായിട്ടുള്ള ക്രേവിങ് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്താനുള്ള ഒരു മെയിൻ എടുത്തു പറയാൻ പറ്റുന്ന കാരണം? എടുത്തു പറയാൻ പറ്റുന്ന കാരണം ഇതൊന്നും അല്ല എന്നുള്ളതാണ്. ആക്ച്വലി എനിക്ക് സ്വപ്നം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര സ്വപ്നമുള്ള ആളാണ് ഞാൻ. നേരത്തെ ഗോൾ സെറ്റ് ചെയ്യുന്ന ആളാണ്. ആ കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ്. പക്ഷേ എനിക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞതുകൊണ്ട്, 15 വയസ്സിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം എന്ത് വന്നാലും ഓക്കെ ആണെന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പഠിച്ചാൽ എന്നെ നേരത്തെ ഭാഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, ആഗ്രഹിക്കണം, പക്ഷേ കംപ്ലീറ്റ്ലി നമ്മൾ സറണ്ടർ ചെയ്യണം എന്ന് പറയും. എല്ലാം വിട്ടുകൊടുക്കും. പഠിച്ചാൽ ഏത് സമയത്താണോ നമുക്ക് തരുന്നത് അതിലേക്ക് നമ്മൾ പാകപ്പെട്ടിരിക്കണം എന്ന് പറയില്ലേ. ആ ഒരു അവസ്ഥ മാത്രമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും +2 തീർക്കാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ തീർക്കാൻ പറ്റി. ആ സമയത്ത് ഞാൻ അന്നത്തെ മെന്റാലിറ്റി വെച്ചിട്ട് കിട്ടുന്നത് ബോണസാണ്, എല്ലാം ബോണസാണ്. അപ്പോൾ +2 അൽഹംദുലില്ലാ കഴിഞ്ഞ് കിട്ടി, വലിയ കാര്യം. അപ്പോൾ കുട്ടിയായതിനു ശേഷം എനിക്ക് ഡിഫാം ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ ഗ്രേറ്റ്. അതിനുശേഷം യുനാനി മെഡിസിൻ ഞാൻ വിചാരിച്ചതെന്നറിയോ, 2 കുട്ടികളായിട്ടാണ് പഠിക്കുന്നത്. കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ഇനിയിപ്പോൾ ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല. 5 വർഷത്തെ ഡിഗ്രി 10 വർഷം കൊണ്ട് തീർത്താലും ഫെയിലായാലും പ്രശ്നം. അത്രയും ഫ്രീ മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകൾ പറയുന്ന പോലെ പിന്നാലെ നടന്ന് മോളെ പഠിക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ സപ്പോർട്ടൊന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ എന്ന ലെസൺ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഈ ഒരു ജേണിയാണ്. ഇതിലൊരിക്കലും
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫെയിലായാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇനി ജോലിക്ക് പോയിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ മൈൻഡ് സെറ്റിൽ എത്തിക്കൊണ്ട് പഠിച്ചോൻ തന്നെ എൻ്റെ ആഗ്രഹം കൊണ്ട് തന്നതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ തീവ്രമായ ആഗ്രഹമല്ല, എന്താ പറയുക, മനസ്സറിഞ്ഞൊരാഗ്രഹം, സംതിങ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിച്ചോന് പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കോച്ചിങ്ങിലേക്ക് എത്തുന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ ഞാൻ പോലും അറിയാതെ എനിക്ക് ചില ഫ്രസ്ട്രേഷൻസ് വന്ന സമയത്ത് ഞാൻ ചില വർക്ക്ഷോപ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നെ നന്നാക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഞാൻ ശരിയായി വന്ന സമയത്താണ് ഇതിലേക്ക് ഞാൻ പാകപ്പെട്ട് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു ഷിഫ്റ്റ്, ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫർമേഷൻസ് കരിയറിൻ്റെ കാര്യത്തിൽ വന്നതെന്ന് തോന്നുന്നു. ഐ തിങ്ക് ആം ഐ റൈറ്റ്? അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിക്കാബി ആയിട്ടും ഫേസ് കവറപ്പ് ചെയ്തിട്ടും കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. എസ്പെഷ്യലി എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഫേസ് കവർ ചെയ്തിട്ട് നമുക്കങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ളത്. പക്ഷേ മാമിൻ്റെ കാര്യത്തിൽ പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതിനുള്ള മെയിൻ മോട്ടീവ് എന്തായിരുന്നു? നമ്മളെ സ്വപ്നം എന്തായാലും തീവ്രമായിട്ടുള്ളതാണെങ്കിൽ പഠിച്ചവൻ അവിടെ എത്തിക്കും അല്ലേ. അപ്പം ഇവിടെ നിക്കാബ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും റീസൺ അല്ല. നമ്മൾ സ്വപ്നം തീവ്രമാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു മെസ്സേജ് നമ്മളെ വായിലൂടെ വരും, അത് ആളുകൾ സ്വീകരിക്കും. ഇനി ചില സമയങ്ങളിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കമൻസ് വരുന്നത് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ നിക്കാബിന് ആളുകൾ തെറി വിളിച്ചിട്ടാണോ ആദ്യം ഞാൻ പബ്ലിക്കായെന്ന് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറേ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ടുള്ളത്. നിങ്ങളാദ്യം അതിൽ നിന്ന് പുറത്ത് ചാട്, അതാണ് ഫ്രീഡം എന്ന് പറയുന്ന കുറേ ടൈപ്പ് കമന്റ്സ് കാര്യങ്ങൾ. പക്ഷെ അതിലൊന്നും തളരാതെ, അല്ലെങ്കിൽ അതിലൊന്നും കുറേ ഡിലീറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ശ്രദ്ധയിൽ പെടാത്തതാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരായിട്ട് എന്നെ കഷ്ടപ്പെട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ്. അതും ഒരു റീസൺ ആണ്. പിന്നെ ഓൾസോ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എന്തായാലും വീഡിയോസോ എഡിറ്റിങ്സോ അല്ലെങ്കിൽ ഫാഷൻ ആവോ എന്നുള്ളതൊന്നല്ല. ആളുകൾക്ക് ആവശ്യമുള്ളതായാലും എന്തായാലും ആളുകൾ മെസ്സേജസ് ഉണ്ടെങ്കിൽ യെസ് ദേ വിൽ റിസീവ്. അപ്പം അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു നിക്കാബ് ഒരിക്കലും ഒരു തടസ്സമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും തടസ്സമല്ല. ഒരു പാറ്റേണും ഒന്നും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സപ്പോർട്ട് ഉണ്ടോ, ആളുകളുണ്ടോ, ഡ്രസ്സിങ് എന്താണ്, കൾച്ചർ എന്താണ്, ഇതൊന്നും എവിടെ ഒരു തടസ്സമല്ല. അതാണ് നമ്മൾ മാത്രമാണ്. യെസ്, നമ്മുടെ തോട്ട് മാത്രമാണ്. ഓക്കെ, അപ്പം ഇതിലൂടെ കുറേ കാര്യങ്ങൾ കിട്ടി. ഒന്നാമത്തേത് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ, ഒന്നിന് പാരന്റിങ് ഒന്നും ഒരു തടസ്സമല്ല. അതുപോലെ തന്നെ ഏർലി മാരേജ് കഴിഞ്ഞാലും പഠനം, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് കേട്ടോ. കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം നേരത്തെ കഴിഞ്ഞു പോയി, എനിക്കൊന്നും സെറ്റാക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫുൾ പ്രതീക്ഷയിലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒന്നും ഒരു റീസൺ അല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പഠിച്ചാലേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾക്കിപ്പോൾ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ, മദേഴ്സാണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരു മദേഴ്സാണ്, അവർക്ക് അതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതിന് എന്താ തടസ്സമുള്ളത്? ഒരു ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അതിലിപ്പം അവർ പഠിപ്പിച്ചില്ല, ഒരാൾ പോലും അറിയേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് അവരുടെ സ്വന്തം പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് തൊട്ട അയൽവാസിക്ക് വിൽക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? നോ. അപ്പം ഒന്നും ഒരു തടസ്സമല്ല. നമ്മൾ പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ പഠിക്കാനാണെങ്കിലും ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസും അവൈലബിളാണ്. അപ്പം അതിൽ ലീഗലായിട്ടുള്ള, നമുക്ക് ലീഗലി പഠിക്കാൻ പറ്റിയ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആകുമ്പോഴും റീസൺസ് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മൾ പറയുന്ന റീസൺസ് ഒന്നും റീസൺ ആണെന്നുള്ളത്. ഇവിടെ ഒരു ധൈര്യം മാത്രമേ വേണ്ടുള്ളൂ. അതെ, എല്ലാവർക്കും എക്സ്ക്യൂസസ് മാത്രമേ കാണുന്നുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് എന്താണോ നമ്മളുടെ കയ്യിലുള്ളത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും അവരുദ്ദേശിക്കുന്നതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു ബിഗ് മെസ്സേജ്. അതിന് ഒന്നൊരു തടസ്സമല്ല എന്നുള്ളത് ഒരുപാട് വേസിലൂടെ നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫേസ് കവർ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ കയ്യിലുള്ളതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതിൽ നമ്മളുടെ പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം കൺസിസ്റ്റൻസി. ഞാൻ ഒരുപാട് ഇതിൽ കേട്ടിട്ടുണ്ട്, ഒരു 80% നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസും മാറുന്നത് ഒരു ഡിസിപ്ലിൻ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്താണ്. അതിൽ എസ്പെഷ്യലി സെൽഫ് ഡിസിപ്ലിൻ. അപ്പം അതിന് ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാകാൻ വേണ്ടിയിട്ട് മാമിൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസിപ്ലിൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോകുന്നവരായിരിക്കും. എനിക്ക് അവരോട് പറയാനുള്ളത്, അതാണ് നിങ്ങളുടെ ട്രെയിനിങ് ഗ്രൗണ്ട്. എന്നെ ഡിസിപ്ലിൻഡ് ആക്കിയതെന്ന് പറഞ്ഞാൽ എൻ്റെ നേരത്തെയുള്ള ഈ സ്ട്രഗിൾസ് തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്താലേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂയിരുന്നു. അതാണ് എന്നെ ഡിസിപ്ലിൻഡ് ആക്കിയത്. ഞാൻ ആഗ്രഹിച്ച് ഒരു ഡിസിപ്ലിൻഡ് പേഴ്സണായി മാറിയതല്ല. ഇറ്റ് മെയ്ഡ് മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചെറിയൊരു സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു ധൈര്യം വെക്കുക എന്നുള്ളത്, ഐ ഫീൽ ലൈക്ക് നിങ്ങളിപ്പോൾ ഓരോരുത്തരും ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ, അതിനൊരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടോ, ദർ ഇസ് എ ചാൻസ്. അതാണ് ഓപ്പർച്യൂണിറ്റി. അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ ഡിസിപ്ലിനെ സംതിങ് ലൈക്ക് ഞാൻ നേരത്തെ ഡയറ്റ് ആൻഡ് എക്സസൈസ് പറഞ്ഞ പോലെ ഡിസിപ്ലിൻ എന്ന് വിചാരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രോബ്ലം അല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാണ്, നമുക്ക് ഇത്തിരി സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഷവർമ കഴിക്കണമെന്ന് വിചാരിക്കുക. അതിപ്പം ഇനി അതല്ല, രാവിലെ തന്നെ ഇപ്പോൾ രാവിലെ ചായ കുടിക്കുന്ന ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ ചായ കുടിക്കാറുണ്ടെന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല. അത് എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദനയാണെന്നാ പറയാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നം എൻ്റെ മനസ്സിൽ അധികമായിട്ടുണ്ട്. പക്ഷെ തീവ്രമായിട്ട് അങ്ങനെയല്ല, എൻ്റെ മനസ്സിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ചായ ഇല്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് എല്ലാ ദിവസവും എൻ്റെ കരിയറിനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഇറ്റ് ഈസ് എ സെൽഫ് ലവ് ഫോർ മീ. അതാണ് എൻ്റെ ഡിസിപ്ലിൻ. അല്ലാതെ ഞാൻ സ്ട്രഗിൾ ചെയ്തൊരു കാര്യമില്ല. അപ്പം ഡിസിപ്ലിൻ ഒന്ന് റീഫ്രേസ് ചെയ്തിട്ട് നമ്മൾക്കായിട്ട് കൊടുക്കുന്നൊരു സമ്മാനമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഡിസിപ്ലിനായിട്ടേ ഫീൽ ചെയ്യില്ല, രസകരമായിട്ട് പോകും. ബ്യൂട്ടിഫുൾ ജേർണി. യെസ്. ആരെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യേണ്ടി വരാറുണ്ടോ? സ്ക്രോൾ ചെയ്യാൻ ആർക്കെങ്കിലും ഒരു 30 മിനിറ്റ് ടൈമർ മെഡിറ്റേഷൻ ഒരു 15 മിനിറ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? 2 ദിവസം ചെയ്യാൻ പറ്റി, 3-ാമത്തെ ദിവസം അങ്ങനെയായി. എന്നാൽ സോഷ്യൽ മീഡിയ 2 മണിക്കൂർ ചെയ്യാൻ ആർക്കാണ് അവരുടെ ഡിസിപ്ലിൻ കൊടുത്തിട്ടുള്ളത്? ദാറ്റ് മീൻസ് സംവെയർ അവരുടെ മൈൻഡിന് അത് ഹാപ്പിനെസ് തരുന്നുണ്ടായിരുന്നു, അവർ അറിയാതെ അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസിപ്ലിൻ എത്തിച്ചിട്ടുള്ളത് അതന്നെയാണ്. ഓക്കെ. അപ്പോൾ എനിക്കിതിലൂടെ കിട്ടിയ വലിയൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മൈൻഡ്ഫുൾനെസ്, വെൽനെസ് വാക്കുകളിലും ലൈഫിലും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന ഒരാൾ എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുക്കാനാണ്. ഇതിന് നമുക്ക് തമ്മിലൊക്കെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വാക്കുകളിലും ഉണ്ട്, പ്രവൃത്തിയിലുണ്ട്, ലൈഫിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ആ ഒരു ഡിസിപ്ലിൻ. മുന്നോട്ടുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.